എല്ലാവർക്കും നമസ്കാരം. വിബീസ് ലിറ്റിൽ വേൾഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഏർലി മോർണിംഗ് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുകയാണ്. രാവിലെ എഴുന്നേറ്റ് ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചു. ശ്രീരാമും പ്രകാശേട്ടനും നല്ല ഉറക്കമാണ്. അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ എഴുന്നേറ്റ് കുളിച്ച് പൂജാ റൂമിലേക്കാണ്. ഫസ്റ്റ് പൂജാ റൂമാണ് കേട്ടോ, പിന്നെ അടുക്കള. നമ്മുടെ ബ്രഹ്മമുഹൂർത്തം ഗ്രൂപ്പിൽ മെസ്സേജൊക്കെ അയച്ചതിന് ശേഷം ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള അംഗങ്ങളെല്ലാവരും കുളിച്ച് വിളക്കൊക്കെ തെളിയിക്കാനുള്ള തിരക്കിലായിരിക്കും. ഞാനും ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു. ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചു. പിന്നെ കുളിച്ച് ഫ്രഷായിട്ട് നേരെ പൂജാ റൂമിലേക്കാണ്. ഈ ഒരു ദിവസം നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വീട്ടിൽ ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ എപ്പോഴും നല്ലൊരു ഐശ്വര്യമുള്ളൊരു പോസിറ്റീവ് വൈബ് നിറഞ്ഞിരിക്കും. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ ഒരു ടിപ്പ് പറഞ്ഞു തരാമോ എന്ന് പലരായിട്ട് ചോദിക്കുന്നുണ്ട്. ഒറ്റ ടിപ്പേ ഉള്ളൂ: നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. വൈകിട്ടത്തെ ഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കുക. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് വൈകിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ഉറങ്ങാൻ സാധിക്കും. അതായത് മിനിമം ഒരു 6 to 7 hours ഉറക്കം നിർബന്ധമായും നമുക്ക് വേണം. അപ്പോൾ നേരത്തെ ഉറങ്ങിയാലാണ് നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ വൈകി ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം മുഴുവനായിട്ട് നമുക്ക് ഭയങ്കര ഒരു സ്ലീപ്പി ഫീലായിരിക്കും. ഇനി പലരായിട്ട് പറയുന്നുണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ വീട്ടിൽ ദീപം തെളിയിക്കാൻ സമ്മതിക്കുന്നില്ല, വിശ്വാസമില്ല. അത്തരം ആളുകൾക്ക് വീട്ടിൽ ദീപം തെളിയിക്കാൻ താല്പര്യമില്ല, സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ പോലും ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. ഇഷ്ടഭഗവാനെ അല്ലെങ്കിൽ കുലദൈവത്തിൻ്റെ മന്ത്രം ഒരു 108 തവണ ഒരു 10 to 15 minutes സമാധാനപരമായിട്ട് ഒട്ടും സ്പീഡില്ലാതെ മനസ്സിരുത്തി ആ മന്ത്രം ചൊല്ലുന്നതും നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് തരും. 2026 ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഈ 2025 ഒത്തിരി പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് വന്നത്. എല്ലാവരും ആഗ്രഹിച്ചത് പലതും നേടിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും 2026 ഏവർക്കും നല്ലൊരു ഐശ്വര്യമുള്ളൊരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ, ആശംസിക്കുന്നു. അപ്പോൾ ഈ 2026 എല്ലാ രാശിക്കാർക്കും വളരെ നല്ലൊരു വർഷമാണ്. എന്നാൽ നമ്മൾ ജാതകം നോക്കുമ്പോൾ മനസ്സിലാവും ചിലർക്ക് ശനി ദിശ നടക്കുകയാണ് അല്ലേ. കണ്ടകശനി അങ്ങനെ എന്തെങ്കിലും നവഗ്രഹ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ശനി പ്രീതി വരുത്തിയാൽ മതി. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ശനി എന്ന ഗ്രഹം ഒരിക്കലും, ശനി ഭഗവാൻ ഒരു ചീത്ത ഗ്രഹമല്ല, അശുഭകരമായിട്ടുള്ള ഗ്രഹമല്ല. കാരണം ശനി ഭഗവാൻ ലാഭസ്ഥാനത്തിലാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വിജയം, രാജകീയമായിട്ടുള്ള ജീവിതം എന്നാണ് പറയുക. അപ്പോൾ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ആ ശനിദിശയിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആർക്കെങ്കിലും ശനിദിശ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ കേർഡ് റൈസ്, തൈര് സാധം കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട്, നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതൊക്കെ, സംഭാരമൊക്കെ മറ്റുള്ളവർക്ക് സൗജന്യ സംഭാര വിതരണമൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഉയർച്ചയാണ്, കർമ്മവിനകൾ കുറയുന്നു. ഗ്രഹദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങി നമുക്ക് നന്മ വരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദോഷങ്ങൾ നീങ്ങി നന്മ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ദാനധർമ്മങ്ങൾ, പഠിക്കാൻ ആഗ്രഹമുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് സഹായം വേണ്ടുന്ന കുടുംബത്തെ ഒരു പുസ്തകം വാങ്ങിയോ ബാഗ് വാങ്ങിയോ ഒക്കെ നൽകുന്നത്, ആ കുട്ടികളുടെ പഠിപ്പിൻ്റെ ചിലവുകളൊക്കെ ഏറ്റെടുക്കുന്നത് ഈ ശനിദിശ നടക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആ ഒരു ദുരിതങ്ങളൊക്കെ കുറയാൻ സഹായകമാകും. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, ശരീരം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ശ്രദ്ധിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ അത് നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാർത്ഥനയോടുകൂടി ഭക്തിയോടുകൂടി ശനിപ്രീതി വരുത്തുക, ശനി മന്ത്രങ്ങൾ ചൊല്ലുക. ഇനി രാഹു കേതു ദോഷങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതാത് ഗ്രഹങ്ങൾക്ക് അതാത് മന്ത്രങ്ങൾ ചൊല്ലി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ 2026 വർഷം എല്ലാ രാശിക്കാർക്കും നല്ലൊരു അടിപൊളിയായിട്ടുള്ള വർഷമാണ്. ഇനി നിങ്ങളുടെ രാശി നക്ഷത്രം അതെന്ത് തന്നെ ആയിരുന്നാലും, നവഗ്രഹ ദോഷങ്ങളോ ശനിദോഷമോ രാഹു കേതു ദോഷം എന്ത് തന്നെ
ഉണ്ടായാലും നല്ല രീതിയിൽ ഭഗവാൻ സുബ്രഹ്മണ്യനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങളൊന്നും തന്നെ നമ്മളെ ഏൽക്കില്ല എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് മുറുക്ക പിടിക്കേണ്ട ഒരു ഭഗവാനാണ് സുബ്രഹ്മണ്യൻ. എല്ലാ ചൊവ്വാഴ്ചകളിലും ഭഗവാൻ സുബ്രഹ്മണ്യന് വേണ്ടി എന്തെല്ലാം വ്രതങ്ങൾ ഇരിക്കാം എന്നുള്ളത് ആദ്യം നോക്കാം. തൈപ്പൂയം വ്രതം വരാൻ പോവുകയാണ്. ഫെബ്രുവരി 1, 2026 തൈപ്പൂയം. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു വ്രതമാണ് തൈപ്പൂയ വ്രതം എന്ന് പറയുന്നത്. ജീവിതത്തിലെ ദുരിതങ്ങൾ നീങ്ങി, ദോഷങ്ങൾ നീങ്ങി, ഉയർച്ച, സന്തോഷം, ആഗ്രഹ സാഫല്യത്തിനായിട്ട് തൈപ്പൂയ വ്രതം ഇരിക്കാം. ഇനി 21 ദിവസങ്ങൾ വ്രതം ഇരിക്കാൻ താല്പര്യമുള്ളവർ 11-ാം തീയതി, ജനുവരി 11-ാം തീയതി തുടങ്ങാം. 18 ദിവസങ്ങൾ വ്രതം ഇരിക്കാൻ താല്പര്യമുള്ളവർ ജനുവരി 14-ാം തീയതി വ്രതം ആരംഭിക്കുക. 6 ദിവസങ്ങൾ വ്രതം ഇരിക്കാൻ താല്പര്യമുള്ളവർ 26-ാം തീയതി, ജനുവരി 26-ാം തീയതി തുടങ്ങുക. ഇനി അവസാന ഒരു ദിവസം മാത്രമേ എന്നെ കൊണ്ട് വ്രതം ഇരിക്കാൻ സാധിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ജനുവരി 31-ാം തീയതി വ്രതം തുടങ്ങുക കേട്ടോ. അടുത്തുള്ള സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിൽ പോയി നന്നായി പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം വീട്ടിൽ രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുമ്പിൽ 2 നെയ്ദീപം അല്ലെങ്കിൽ ഓം വിളക്ക് തെളിയിച്ചു വയ്ക്കുക. നൈവേദ്യമായിട്ട് ഭഗവാന് പാലോ പഴമോ കൽക്കണ്ടമോ ഉണക്കമുന്തിരിയോ തിനയരി കൊണ്ടുള്ള വിഭവങ്ങളോ പാൽ പായസമോ എന്താണോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് അത് നൈവേദ്യമായിട്ട് ഭഗവാന് കൊടുക്കുക. ഇനി ഒന്നും തന്നെ ഇല്ലെങ്കിലും അല്പം തുളസി തീർത്ഥമെങ്കിലും ഭഗവാന് നൈവേദ്യമായിട്ട് വയ്ക്കാം. ഈ വ്രതം അനുഷ്ഠിക്കുന്ന ദിവസങ്ങളിൽ ബ്രഹ്മചര്യം നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കണം. മാംസാഹാരം ഒരു കാരണവശാലും കഴിക്കാൻ പാടുള്ളതല്ല. വ്രതം അനുഷ്ഠിക്കുമ്പോൾ പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് പലരുടെയും ഏറ്റവും വലിയൊരു ചോദ്യം. പീരിയഡ്സ് ആയാലും വ്രതം മുടങ്ങുന്നില്ല. സ്ത്രീകൾക്ക് പീരിയഡ്സ് എന്ന് പറയുന്നത് പ്രകൃതിയാണ്. നമുക്ക് ദീപം തെളിയിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. വ്രതം ഒരു കാരണവശാലും മുടങ്ങുന്നില്ല. മറ്റെല്ലാ രീതിയിലും വ്രതം മുന്നോട്ട് കൊണ്ടുപോവുക. ഈ ഫെബ്രുവരി 1-ാം തീയതിയാണ് തൈപ്പൂയ വ്രതം. നിങ്ങൾ 11 ദിവസങ്ങൾ അല്ലെങ്കിൽ 21 ദിവസങ്ങൾ 6 ദിനങ്ങൾ വ്രതം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഫെബ്രുവരി 1-ാം തീയതിയാണ് വ്രതം പൂർത്തിയാകുന്നത്. അന്നത്തെ ദിവസം അടുത്തുള്ള സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് തുളസി തീർത്ഥമോ അല്ലെങ്കിൽ പ്രസാദമോ വാങ്ങി കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാം. ഇനി വ്രതനാളിൽ പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്നും പലരും DM ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാം. എന്നിട്ട് ശുദ്ധിയായതിനു ശേഷം ക്ഷേത്രത്തിൽ പോയി വന്നാൽ മതി. ഷഷ്ടി ആയതുകൊണ്ട് ഭഗവാൻ സുബ്രഹ്മണ്യന് വെറ്റില ദീപം തെളിയിക്കുകയാണ്. അതായത് ഈ ഭൂമി സംബന്ധമായിട്ട് എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ചൊവ്വാഴ്ച തോറും ഭഗവാൻ സുബ്രഹ്മണ്യന് വെറ്റില ദീപം തെളിയിച്ചുകൊണ്ട് നമുക്ക് ആ പ്രശ്നങ്ങൾ, ഭൂമി സംബന്ധമായിട്ട് എന്ത് തന്നെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ ചൊവ്വാഴ്ചകളിലും അല്ലെങ്കിൽ ഷഷ്ടി ദിനത്തിൽ ഭഗവാൻ സുബ്രഹ്മണ്യന് വെറ്റില ദീപം, ഓം വിളക്ക് നെയ്യൊഴിച്ച് 6 വെറ്റിലകളിലായിട്ട് വെറ്റില ദീപം തെളിയിക്കുക. എങ്ങനെയാണ് വെറ്റില ദീപം തെളിയിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായൊരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ വീഡിയോസ് കണ്ട് ഒരു സഹോദരി വെറ്റില ദീപം എല്ലാ ചൊവ്വാഴ്ചകളിലും തെളിയിച്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു നേട്ടം, സൗഭാഗ്യം കമൻസിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഒരുപാട് സന്തോഷം തോന്നിയ കമൻറ്റ് കണ്ടപ്പോൾ ഭഗവാൻ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ചൊവ്വാഗ്രഹമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചൊവ്വാഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. കാരണം ചൊവ്വാഗ്രഹമാണ് ഭൂമിക്കാരകൻ, അങ്കാരകൻ, ഭൂമിക്കാരകൻ എന്നൊക്കെ പറയുന്നത് ചൊവ്വാഗ്രഹത്തെയാണ് കേട്ടോ. അപ്പോൾ ഈ ചൊവ്വാഗ്രഹത്തിൻ്റെ തന്നെ അധിപതിയാണ് ഈ മുരുകൻ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത്. ഭഗവാൻ സുബ്രഹ്മണ്യനെ, കന്ദനെ, കടമ്പനെ, കതിർവേലനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഉപാസിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഗ്രഹത്തോട് കൂടിയിട്ടുള്ള പ്രീതി, സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം ദിവസങ്ങളിൽ വ്രതമിരിക്കാം എന്നുള്ളത് നോക്കാം. ഒത്തിരി വ്രതങ്ങളുണ്ട്. ചൊവ്വാഴ്ച ദിവസം വ്രതം ഇരിക്കാം, വ്യാഴാഴ്ച ദിവസം വ്രതം ഇരിക്കാം, വിശാഖ നക്ഷത്രത്തിൽ, പൂയം നക്ഷത്രത്തിൽ വ്രതം ഇരിക്കാം, കാർത്തിക നക്ഷത്രത്തിൽ നമുക്ക് വ്രതം ഇരിക്കാം. അതായത് ഭഗവാൻ സുബ്രഹ്മണ്യനെ 6 കാർത്തിക സ്ത്രീകളാണ് എടുത്തു വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രത്തിൽ വ്രതം ഇരുന്ന് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹത്തോടു കൂടി പരമേശ്വരൻ്റെ, മഹാദേവൻ്റെ അനുഗ്രഹം കൂടി ലഭിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ മാസത്തിലും വരുന്ന ഷഷ്ടിവ്രതം മുടങ്ങാതെ അനുഷ്ഠിക്കുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള ഫലങ്ങൾ, നന്മകൾ, ഐശ്വര്യം തരുന്നു.
അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, ഏത് ഷഷ്ടിയാണ്, ശുക്ലപക്ഷത്തിലെ ഷഷ്ടിയാണോ അതോ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഷഷ്ടിയാണോ എടുക്കേണ്ടത് എന്നുള്ളത്. ശുക്ലപക്ഷത്തിലെ, വെളുത്ത പക്ഷത്തിലെ, അതായത് അമാവാസ കഴിഞ്ഞ് വരുന്ന ഷഷ്ടിയിൽ വ്രതമിരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉയർച്ച, ധനലാഭം, ഐശ്വര്യം, സന്തോഷം, സമാധാനം എന്നിവ ലഭിക്കുന്നു. ഇനി കറുത്ത പക്ഷത്തിലെ, കൃഷ്ണപക്ഷത്തിലെ, അതായത് പൗർണമി കഴിഞ്ഞ് വരുന്ന ഷഷ്ടിയിൽ വ്രതമിരുന്ന് കഴിഞ്ഞാൽ ദുരിതങ്ങൾ, കടങ്ങൾ തീരുന്നു എന്നാണ്. ഒരു മാസം കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലുമായിട്ട് 2 ഷഷ്ടിയാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 12 മാസങ്ങളിലായിട്ട് 24 ഷഷ്ടികൾ ഒരു വ്യക്തി അനുഷ്ഠിച്ച് വരികയാണെങ്കിൽ ഭഗവാൻ സുബ്രഹ്മണ്യൻ, മുരുകൻ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ 2026 എല്ലാവരും ഈ ഷഷ്ടി ദിനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം. ഏതെങ്കിലും ഒരു ഷഷ്ടി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കാൻ സാധിച്ചില്ല എന്ന പക്ഷത്തിൽ നിങ്ങൾക്ക് കാർത്തിക നക്ഷത്രത്തിലോ വിശാഖ നക്ഷത്രത്തിലോ ചൊവ്വാഴ്ച ദിവസമോ നോക്കിയിട്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി ഭഗവാൻ സുബ്രഹ്മണ്യനെ ഉപാസിക്കുന്നവർ, ഭഗവാൻ സുബ്രഹ്മണ്യനിൽ വിശ്വസിക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ വളരെ ശക്തിയുള്ളൊരു മന്ത്രങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഒന്ന് വേൽമാറൽ, മറ്റൊന്ന് കന്ദസഷ്ടി കവസം. അതായത് എപ്പോഴും ഒരു വ്യക്തി ഒരു കവചം ചൊല്ലുന്നത്, കൂടെ കൊണ്ട് നടക്കുന്നത് വളരെ നല്ലതാണ്. അത് സുബ്രഹ്മണ്യ സ്വാമിയുടെ കന്ദസഷ്ടി കവസമാണെങ്കിൽ വളരെ നല്ലത്. ഇനി ഈ വേൽമാറൽ എന്ന മന്ത്രം അരുണഗിരിനാഥ സ്വാമി അരുളിയ വേൽ വകുപ്പിൽ നിന്നും ശ്രീ സച്ചിദാനന്ദ സ്വാമി എടുത്തിട്ടുള്ള വേൽമാറൽ എന്ന പുസ്തകമാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഡേ ടു ഡേ ലൈഫിൽ വേൽ വകുപ്പ് പാരായണം ചെയ്യുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ അതിൻ്റെ ഒരു ഗുണം, ആ ഒരു ശക്തി എല്ലാവരും അനുഭവിച്ചറിയണം, എല്ലാവരിലേക്കും എത്തണം എന്നുള്ളത് കൊണ്ട് ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ വേൽ വകുപ്പിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ വേൽമാറൽ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഈ വേൽമാറൽ എന്നൊരു പുസ്തകം അതൊരു ഉത്തരം തന്നെയാണ്. വിവാഹ തടസ്സമാണോ, ജോലി തടസ്സമാണോ, സാമ്പത്തിക തടസ്സമാണോ, എന്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെങ്കിലും നിത്യവും വേൽമാറൽ പാരായണം ചെയ്യുന്നതിലൂടെ, ഭക്തിയോടുകൂടി പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് സകല ഐശ്വര്യങ്ങളും നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഭഗവാൻ നിറവേറ്റി തരും എന്നതിലുപരി ആ ഒരു മന്ത്രം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും ഒരുപാട് നല്ല മാറ്റങ്ങളും കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ വേൽമാറലും കന്ദസഷ്ടി കവസവും ഭഗവാൻ മുരുകനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും പാരായണം ചെയ്യുക. വേൽമാറൽ, കന്ദസഷ്ടി കവചം എന്നീ പുസ്തകങ്ങൾ മലയാളത്തിലെ പുസ്തകങ്ങൾക്കായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ www.vibslittle.world.com ഈ സൈറ്റിൽ പോയിട്ടും ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. പോക്കറ്റ് സൈസ് വെയിലും ലഭ്യമാണ്. തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ 2026 എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കട്ടെ. ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരുടെ ജീവിതത്തിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്നൊരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓം ശരവണ ഭവ. വെற்றிவேல் മുരുകനുക്ക് ഹരോഹര.